JRGയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യപുത്രനായി ജനിച്ചിട്ട് 2000-ലധികം വർഷങ്ങളായി. യേശുക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പ് ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും പഴയ മതങ്ങളിൽ ഒന്നാണ് ജൂതമതം അഥവാ യഹൂദമതം. മെസൊപ്പൊട്ടോമിയയിലെ ജന്മദേശത്ത് നിന്ന് ദീർഘമായ യാത്രകളുടെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കാനാൻ ദേശമായ ഇസ്രായേൽ യഹൂദർ എത്തിച്ചേർന്നത്. BC 1600-നും BC 1300-നും ഇടയിലാണ് ഈ യാത്രകൾ നടന്നത് എന്ന് കരുതുന്നു. പിന്നീട് ഇവർക്ക് ഒരു ഭരണഘടന ഉണ്ടാവുകയും BC 1021 മുതൽ BC 1003 വരെ ഇസ്രായേൽ രാജാവായി ശൗൽ രാജാവ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. BC 1003 മുതൽ BC 970 വരെ മഹാനായ ദാവീദ് രാജാവാണ് ഇസ്രായേൽ ഭരണം നടത്തിയത്. പിന്നീട് മകനായ സോളമൻ രാജാവ് BC 970 മുതൽ BC 930 വരെ ഇസ്രായേൽ രാജാവായി ഭരണം നടത്തി. ഇക്കാലത്തെ കടൽ വഴി പായ്ക്കപ്പലിലൂടെ ആനക്കൊമ്പുകൾ, സ്വർണം തുടങ്ങിയവ ഒഫീർ തുറമുഖം വഴി കൊണ്ടുപോയതായി ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഒഫീർ തുറമുഖം ഇന്ത്യയിലെ മുംബൈക്ക് സമീപമായിരുന്നു എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. യഹൂദർ കച്ചവട ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെ മുസിരീസ് തുറമുഖം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് മുസിരീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. സോളമൻ രാജാവിന് ശേഷം BC 587 വരെ ജെറുസലേം തലസ്ഥാനമാക്കി 500 വർഷത്തോളം യഹൂദ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. BC 587 ബാബിലോൺ രാജാവായിരുന്ന നെബുക്കദ്നേസർ ജെറുസലേം ആക്രമിച്ച് നശിപ്പിക്കുകയും യഹൂദ പ്രമാണിമാരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. BC 539 പേർഷ്യൻ സാമ്രാജ്യം ബാബിലോണിനെ കീഴടക്കി. പേർഷ്യൻ രാജാവ് ജെറുസലേം നഗരം പുനർനിർമ്മിക്കാനും നാടുകടത്തിയവരെ തിരികെ എത്തിക്കാനും അനുവാദം നൽകി. അങ്ങനെ ജെറുസലേം നഗരം പുനർനിർമ്മിക്കപ്പെട്ടു. BC 333 അലക്സാണ്ടർ ചക്രവർത്തി ജെറുസലേം കീഴടക്കി. അതിനുശേഷം BC 63 റോമൻ സൈന്യം ഇസ്രായേലിനെ കീഴടക്കി. ജൂലിയസ് സീസറിന്റെ മരണത്തോടെ റോമക്കാരുടെ ഭരണഘടന മാറി. BC 27 അഗസ്റ്റസ് രാജാവ് റോമൻ ചക്രവർത്തിയായി. BC 27 മുതൽ AD 14 വരെ ഭരണം നടത്തിയ അദ്ദേഹത്തിന്റെ കാലത്താണ് സ്ഥിതിവിവര കണക്കെടുപ്പ് നടത്തിയത്. സെൻസസിൽ പേരു ചേർക്കാൻ നസ്രത്തിൽ നിന്നും തന്റെ ജന്മദേശമായ ബത്ലഹേമിലേക്ക് ദാവീദ് രാജാവിന്റെ പിൻതലമുറക്കാരനായ ജോസഫും ഭാര്യ മറിയവും പുറപ്പെട്ടു. യാത്രയുടെ അവസാനം ആയപ്പോഴേക്കും പ്രസവവേദന അനുഭവപ്പെട്ട മറിയത്തിന് അനുയോജ്യമായ സ്ഥലമൊന്നും ലഭിച്ചില്ല. തുടർന്നൊരു കാലിത്തൊഴുത്തിൽ അഭയം തേടുകയും പ്രസവവേദനയാൽ വേദനിക്കുമ്പോഴും തന്റെ മുമ്പിൽ പ്രത്യക്ഷയായ മാലാഖയുടെ വാക്കുകളാണ് മറിയത്തിന് ഓർമ്മ വന്നത്. ദൈവനിയോഗ പ്രകാരം നീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. ആ കുഞ്ഞ് ദൈവപുത്രനാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ലോകം വർഷങ്ങളായി കാത്തിരുന്ന രക്ഷകനും ദൈവപുത്രനുമായ ഉണ്ണീശോ മനുഷ്യരൂപത്തിൽ സാധാരണക്കാരനായി അവിടെ പിറവിയെടുത്തു. ഉണ്ണീശോയുടെ ജനനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കാലിത്തൊഴുത്തിന്റെ ഓർമ്മയ്ക്കായി പുൽക്കൂടുകൾ നമ്മൾ നിർമ്മിക്കുന്നു. പുൽക്കൂട്ടിൽ ഔസേപിതാവ്, മറിയം, ഉണ്ണീശു, അതുപോലെ ജനനസമയത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട വെള്ളി നക്ഷത്രം അടയാളമായി അവിടെ എത്തിയ 3 രാജാക്കന്മാരും ആട്ടിടന്മാരും പക്ഷിമൃഗാദികളും മാലാഖയും നക്ഷത്രങ്ങളും ഇന്നത്തെ പുൽക്കൂടുകളിൽ നിന്ന് നമുക്ക് കാണാം.